ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കടലിലെ നിഗൂഢതകളുമായിട്ടാണ്. നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയാം ഗായ്സ്. നിഗൂഢതകൾ എന്നും എല്ലാവർക്കും ഇഷ്ടമാണ്. ചുരുളഴിയാത്ത രഹസ്യങ്ങൾ തേടി മനുഷ്യൻ സഞ്ചരിക്കാത്ത വഴികളില്ല. ആ സഞ്ചാരങ്ങളെല്ലാം പുസ്തകങ്ങളായും സിനിമകളായും കെട്ടുകഥകളായും നമുക്ക് ചുറ്റും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നിഗൂഢതകളുടെ കെട്ടഴിക്കാനുള്ള ഈ യാത്രകൾ ഇന്നും തുടരുകയാണ്. ചിലർ പുതിയ കണ്ടെത്തലുകൾക്ക് വേണ്ടിയാണ് ഇങ്ങനെ യാത്ര ചെയ്യുന്നതെങ്കിലും മറ്റു ചിലർക്ക് അത് സാഹസിക സഞ്ചാരങ്ങൾക്കുള്ള അവസരങ്ങൾ മാത്രമാണ്. ഏറ്റവും ഒടുവിൽ ടൈറ്റാനിക് കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ തേടി ഒരു മുങ്ങിക്കപ്പൽ നടത്തിയ യാത്രയും പിന്നീടുണ്ടായ സംഭവങ്ങൾ നമ്മൾ കണ്ടു. സമുദ്രം എന്നും മനുഷ്യനെ വിസ്മയിപ്പിച്ചിട്ടേയുള്ളൂ. അതിൻ്റെ അടിത്തട്ടിലുള്ള രഹസ്യങ്ങളുടെ വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമേ നമുക്കിതുവരെ കണ്ടെത്താനായിട്ടുള്ളൂ. രഹസ്യങ്ങൾ ഒളിപ്പിച്ച മരിയാന ട്രെഞ്ച്. ഭൂമിയിലെ ഏറ്റവും കൂടുതൽ നിഗൂഢത നിറഞ്ഞ സ്ഥലം എന്നാണ് മരിയാന ട്രെഞ്ച് അറിയപ്പെടുന്നത്. ഭൂമിയിൽ സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് മരിയാന ട്രെഞ്ച്. പസഫിക് സമുദ്രത്തിലാണ് ഇത്. ലോകത്തിന് ഇതുവരെ എഴുതിച്ചേർക്കാനാവാത്ത രഹസ്യങ്ങളുടെ കലവറയാണ് ഇവിടം. മരിയാന ദ്വീപിൽ നിന്നും 200 കിലോമീറ്ററോളം മാറിയാണ് മരിയാന ട്രെഞ്ച്. ഏകദേശം 2540 കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്നതാണ് ഇത്. 69 കിലോമീറ്ററിലധികം വീതിയും മരിയാന ട്രെഞ്ചിനുണ്ട്. ഇവിടുത്തെ രഹസ്യങ്ങൾ കണ്ടെത്താൻ ഇറങ്ങിയ സമുദ്ര പര്യവേഷകരിൽ പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. നിരവധി പേർ പിന്തിരിഞ്ഞു പോന്നു. 1975 മരിയാന ട്രെഞ്ച് കണ്ടെത്തിയത്. എന്നാൽ 1960 വരെ ഇതിൻ്റെ രഹസ്യങ്ങൾ തേടി യാത്രയ്ക്ക് പോലും സാധ്യമായില്ല എന്നതാണ് സത്യം. ഇന്നും രഹസ്യങ്ങൾ പലതും ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ് മരിയാന ട്രെഞ്ച്. അറ്റ്ലാന്റിസ്, കടലിനടിയിലെ നഗരം. 1986 ജപ്പാനീസ് കടലിനടിയിൽ ഒരു വലിയ സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ തന്നെ കണ്ടെത്തി. പ്ലാറ്റോയുടെ പുരാണ നഗരമായ അറ്റ്ലാന്റിസ് യോനാഗുനി എന്ന ദ്വീപിനരികിലായി ഒരു ജപ്പാനീസ് മുങ്ങൽ വിദഗ്ധനാണ് ഈ രഹസ്യങ്ങളുടെ കലവറ കണ്ടെത്തിയത്. ഒരു സംസ്കാരത്തിൻ്റെ തന്നെ കഥകൾ പറയാനുണ്ടായിരുന്നു അറ്റ്ലാന്റിസിന്. ഇന്നും സമുദ്ര പരിവേഷകർ പുതിയ കണ്ടെത്തലുകൾക്കാണ് ഇവിടേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. കടലിനടിയിൽ നഷ്ടപ്പെട്ട നാഗരികതയുടെ കഥ പറയുന്നത് അറ്റ്ലാന്റിസ്. ആകർഷകമായ ഒരു രൂപമാണ് ഈ നഗരത്തിനുള്ളത്. നിരവധി പടികളായി രൂപപ്പെട്ടിരിക്കുന്ന നഗരം ഇന്നും നിഗൂഢ രഹസ്യങ്ങൾ പലതും ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. കടലിനടിയിലെ അപ്പോളോ 11. നീൽ ആംസ്ട്രോങ്ങും കൂട്ടരും ചന്ദ്രനിലിറങ്ങി തിരിച്ചു വന്നത് അപ്പോളോ 11 എന്ന പേടകത്തിലാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ പേടകം സുരക്ഷിതമായി തന്നെ തിരിച്ചിറങ്ങുകയും ചെയ്തു. എന്നാൽ ഈ പേടകത്തെ വഹിച്ചുകൊണ്ടുപോയ സാറ്റേൺ 5 റോക്കറ്റിൻ്റെ എൻജിൻ ഇന്നും കടലിനടിയിലുണ്ട്. അപ്പോളോ ദൗത്യം കഴിഞ്ഞ് 43 വർഷങ്ങൾക്ക് ശേഷമാണ് ഫ്ലോറിഡയ്ക്കടുത്ത് കടലിൽ ഏകദേശം 14,000 അടി താഴ്ചയിൽ ഈ എൻജിൻ കണ്ടെത്തിയത്. ഇത് കണ്ടെത്തിയതാകട്ടെ ആമസോൺ സ്ഥാപകൻ ജെഫ് ബസോണും ഒരു സമുദ്ര പരിവേഷകൻ കൂടിയാണ് ഇദ്ദേഹം. 1968 കാണാതായ അന്തർവാഹിനികൾ. 4 അന്തർവാഹിനികൾ കാണാതാവുന്നു, അതും ഒരേ വർഷം. പലതും പല സ്ഥലങ്ങളിലാണെങ്കിലും ഈ കാണാതാകലിന് പിന്നിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന അന്വേഷണവും അന്ന് നടന്നിരുന്നു. വർഷം 1968. അമേരിക്കയുടെ സ്കോർപിയൻ, സോവിയറ്റിലെ K-129, ഫ്രഞ്ച് അന്തർവാഹിനി മിസർവ്, ഇസ്രയേൽ നേവിയുടെ KNS ദക്കർ എന്നീ അന്തർവാഹിനികളാണ് സമുദ്രത്തിൽ പ്രത്യക്ഷമായിരിക്കുന്നത്. ഇതിൽ അവസാനത്തെ 2 4 ദിവസത്തെ വ്യത്യാസത്തിലാണ് കാണാതായത്. ഇതിൽ 3 അന്തർവാഹിനികൾ പിന്നീട് കണ്ടെത്തിയെങ്കിലും മിസർവ് ഇപ്പോഴും നിഗൂഢതയിൽ തുടരുകയാണ്. ഇന്നും അതിൻ്റെ സഞ്ചാരപാതയിൽ സമുദ്ര പരിവേഷകർ ഈ അന്തർവാഹിനിയെ തിരയാറുണ്ടെന്നാണ് ശാസ്ത്രം പറയുന്നത്. കടലിനടിയിലെ ടൈറ്റാനിക്. 1912 അന്ന് ലോകത്ത് തന്നെ ഏറ്റവും വലിയ ആഡംബര കപ്പലായ ടൈറ്റാനിക് മഞ്ഞുമലയിടിച്ച് തകർന്ന് സമുദ്രത്തിലേക്ക് കൂപ്പുകുത്തിയ കഥ അറിയാത്തവരുണ്ടാകില്ല. സിനിമയായാലും കഥകളായാലും എന്നും ടൈറ്റാനിക് നമുക്ക് ചുറ്റിനുമുണ്ട്. തകർന്ന് കടലിൽ മറഞ്ഞ ടൈറ്റാനിക്കിലെ നിധി തേടി സമുദ്ര പരിവേഷകർ നടത്തിയ നിരവധി സാഹസിക യാത്രകളുടെ കഥയും നമുക്കറിയാം.
അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഏകദേശം 12,500 അടിയോളം താഴ്ചയിൽ ഇന്നും ടൈറ്റാനിക് ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ഇനിയും കണ്ടെത്താനാകാത്ത നിരവധി രഹസ്യങ്ങൾ ടൈറ്റാനിക്കിൽ ഉണ്ടെന്നാണ് ഗവേഷകരുടെ കണ്ടെത്തൽ. പലരും കടലിനടിയിൽ ആ വലിയ കപ്പലിനെ കാണാൻ യാത്ര ചെയ്തിട്ടുണ്ട്. അപകടങ്ങൾ പലതും ഉണ്ടായിട്ടും ടൈറ്റാനിക്കിനോടുള്ള ഭ്രമം ഇനിയും സമുദ്ര സാഹസികർക്ക് തീർന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. നിഗൂഢതയുടെ ട്രയാങ്കിൾ. കടലിലെ ഏറ്റവും വലിയ ചുരുളഴിയാത്ത രഹസ്യമായി ഇന്നും തുടരുകയാണ് ബെർമുഡ ട്രയാങ്കിൾ. ഒരുപക്ഷെ ക്രിസ്റ്റഫർ കൊളംബസ് ആയിരിക്കും ബെർമുഡ ട്രയാങ്കിൾ എന്ന വാക്ക് ലോകത്തിനു മുന്നിൽ ചർച്ചയാക്കിയത്. ബെർമുഡ ട്രയാങ്കിൾ ഒരു സ്ഥലമല്ല, മറിച്ച് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഫ്ലോറിഡ തീരത്തിന് പ്യൂർട്ടോ റിക്കോക്കും ബെർമുഡ ദ്വീപിനുമിടയിൽ 5 ലക്ഷത്തിലധികം സ്ക്വയർ മൈൽ വിസ്തൃതിയുള്ള പ്രദേശമാണ് ഇത്. നിരവധി കപ്പലുകളും ബോട്ടുകളും വിമാനങ്ങളും മനുഷ്യരും ഇവിടെ വച്ച് അപ്രത്യക്ഷരാകുകയും പിന്നീട് കണ്ടെത്താനാവാതെ വരികയും ചെയ്തതായാണ് പറയപ്പെടുന്നത്. 1492 ക്രിസ്റ്റഫർ കൊളംബസ് അറ്റ്ലാന്റിക് സമുദ്രത്തിന് കുറുകെ സഞ്ചരിക്കുന്നതിനിടെ ഈ സ്ഥലത്ത് ശാസ്ത്രത്തിന് അംഗീകരിക്കാൻ പോലും പറ്റാത്ത വിസ്മയകരമായ കാഴ്ചകൾ കണ്ടുവെന്ന് രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത്. നിരവധി കാർഗോ ഷിപ്പുകളും US നേവി കപ്പലുകളും വിമാനങ്ങളുമെല്ലാം ഇവിടെ വെച്ച് കാണാതായിട്ടുണ്ട്. പിന്നീട് ഇവയെക്കുറിച്ച് ഒരു വിവരവും ആരും അറിഞ്ഞിട്ടുമില്ല. ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി സമുദ്ര സഞ്ചാരികളുടെ പേടി സ്വപ്നമാവുകയാണ് ബെർമുഡ ട്രയാങ്കിൾ. അപ്രത്യക്ഷമായ ദ്വീപ്. ബെർമുഡ മെക്സിക്കോയ്ക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന 80 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയുള്ള ദ്വീപാണ് ഇത്. എന്നാൽ ഈ ദ്വീപ് ഒരു ദിവസം അപ്രത്യക്ഷമായി. കേൾക്കുമ്പോൾ അമ്പരപ്പ് തോന്നും, സംഗതി സത്യമാണ്. 1500-കൾ മുതൽ മാപ്പിൽ കൃത്യമായി രേഖപ്പെടുത്തി വെച്ച ദ്വീപായിരുന്നു ബെർമുഡ. ചുവപ്പ് എന്ന അർത്ഥം വരുന്ന സ്പാനിഷ് വാക്കായ ബെർമജോ എന്ന വാക്കിൽ നിന്നാണ് ഈ ദ്വീപിന് ആ പേര് വന്നത്. 1539-ലാണ് ഈ ദ്വീപ് ഭൂപടത്തിൽ ചേർക്കുന്നത്. പിന്നെയും വർഷങ്ങളോളം ഈ ദ്വീപ് ഭൂപടത്തിൽ തുടർന്നു. നിയമപ്രകാരം മെക്സിക്കോയുടെ അധീനതയിലായിരുന്നു ഈ ദ്വീപെങ്കിലും അമേരിക്കയുടെ സ്വാധീനം ഈ മേഖലകളിൽ ഉണ്ടായിരുന്നതായി പലയിടത്തും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ വർഷങ്ങൾക്കു ശേഷം 1990-ൽ ഈ ദ്വീപിനെ കണ്ടെത്താനായി മെക്സിക്കൻ ഗവൺമെൻറ് പരിവേഷണ സംഘത്തെ അയച്ചെങ്കിലും അങ്ങനെയൊരു ദ്വീപ് കണ്ടെത്താനായില്ല. 2009-ൽ വീണ്ടും ഒരു സംഘം ദ്വീപ് കണ്ടെത്താൻ ശ്രമിച്ചപ്പോഴും ഫലം അതുതന്നെയായിരുന്നു. നൂറ്റാണ്ടുകളോളം കടലിലുണ്ടായിരുന്ന ഈ ദ്വീപ് എങ്ങനെ അപ്രത്യക്ഷമായി എന്നത് ഇനിയും ഉത്തരം കിട്ടാത്ത ചോദ്യമായി അവശേഷിക്കുകയാണ്. അറ്റ്ലാന്റിക്കിലെ നിഗൂഢ ദ്വാരങ്ങൾ. വർഷങ്ങൾക്ക് മുമ്പ് സമുദ്ര ഗവേഷകർ പഠനത്തിൻ്റെ ഭാഗമായി അറ്റ്ലാന്റിക് കടലിലെ അടിത്തട്ടിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. അതിനിടയ്ക്കാണ് കടലിൻ്റെ അടിത്തട്ടിൽ നിരവധി ദ്വാരങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. നിരനിരയായി തുല്യ അകലങ്ങളിലായിട്ടായിരുന്നു ഈ ദ്വാരങ്ങൾ. ഒറ്റ നോട്ടത്തിൽ മനുഷ്യനിർമ്മിതമാണ് ഇതെന്ന് തോന്നുമെന്നായിരുന്നു ഗവേഷകരുടെ അഭിപ്രായം. എന്നാൽ ആ സ്ഥലം അധികം പരിവേഷകർ എത്താത്ത ഇടം കൂടിയായിരുന്നു. മാത്രമല്ല 2540 അടി താഴ്ചയിൽ ഇത്തരം ഒരു മനുഷ്യനിർമ്മിത കുഴികൾ കാണാനുള്ള സാധ്യതയില്ലെന്നും അവർ കുറിച്ചു. പക്ഷേ എന്താണ് അവയെന്നത് ഇന്നും നിഗൂഢമായി തന്നെ അവശേഷിക്കുകയാണ്. മുമ്പും അറ്റ്ലാന്റിക് ഇത്തരത്തിലുള്ള ചില ദ്വാരങ്ങൾ പരിവേഷകരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് പക്ഷേ 2082 മീറ്റർ ആഴത്തിലായിരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ഒരു കണ്ടന്റുമായി നമുക്ക് കാണാം ഗൈസ്.